ഹലോ, നമസ്തേ. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ അറിഞ്ഞതും അറിയേണ്ടതും എന്ന പരിപാടിയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് അറിഞ്ഞതും അറിയേണ്ടതും പ്രിയ ശ്രോതാക്കളുടെ കാതോരം എത്തിക്കുന്നത്. അതും എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ചില അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ്. യുവദീപ്തി KSUAM, നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെൽ, JCI തുരുത്തി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുകയാണ്. നേർവഴി എന്നുള്ള പേരിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ തൊഴിലവസരങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സെമിനാറാണ് നേർവഴി. ഇതിന്റെ വിശദ വിവരങ്ങളും ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊപ്പം K. വിപിൻ രാജ്. എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ 2 പ്രമുഖ വ്യക്തികളാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഒന്ന് ശ്രീ പ്രിൻസ് ജോസഫ് അറയ്ക്കൽ, മറ്റൊരാൾ ശ്രീ രാമസുബ്രഹ്മണ്യൻ. രണ്ടുപേരെയും റേഡിയോ മീഡിയ വില്ലേജിന്റെ ഈ സ്പെഷ്യൽ അറിഞ്ഞതും അറിയേണ്ടതും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മോട് സംസാരിക്കുന്നു ശ്രീ പ്രിൻസ് ജോസഫ് അറയ്ക്കൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യകത +2 കഴിഞ്ഞ മാതാപിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം അവരുടെ അടുത്ത കോഴ്സ്, അവരുടെ കരിയർ നിർണ്ണയിക്കാനുള്ള കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്ന ഒരു വീതിയാണ് അല്ലെങ്കിൽ പാതയാണ് എഞ്ചിനീയറിംഗ് പഠനം. നമ്മൾ 10ലും 12ലും ഒക്കെ ഒത്തിരിയേറെ ടെൻഷൻ അടിച്ച് പരീക്ഷ എഴുതുമെങ്കിലും ആ പരീക്ഷയുടെ മാർക്കുകളെല്ലാം നമ്മൾ കൂട്ടിവയ്ക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെ ജീവിക്കാൻ വേണ്ടിയാണ് പഠിക്കുക. അതുകൊണ്ട് തന്നെ ഞാനൊരു എഞ്ചിനീയർ ആകണം അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആകണം എന്നെൻ്റെ തീരുമാനം പിന്നീട് ഒരു അവസരത്തിൽ എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം നിറഞ്ഞ് സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജോലി സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ജോലി സന്തോഷത്തോടെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന മേഖലയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി തിരഞ്ഞെടുത്ത് പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ എഞ്ചിനീയറിംഗ് കരിയർ കൗൺസിലിംഗ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ 3 ഘടകങ്ങളാണ് അല്ലെങ്കിൽ 3 പേരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ. അവർ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഇപ്പോഴേ ഒരു ധാരണ, അവരുടെ പഠന കാലയളവിൽ തന്നെ ഒരു ധാരണയുണ്ടാക്കുകയാണെങ്കിൽ, വിവിധ കോഴ്സുകളെ പറ്റിയും ബ്രാഞ്ചുകളെ പറ്റിയും ഒരു ധാരണയുണ്ടാക്കുകയാണെങ്കിൽ 1 വർഷ കാലാവധിക്കുള്ളിൽ അവർക്ക് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം. ഞാൻ ഇന്ന ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നു, കാരണം ഇതാണ്. രണ്ടാമതായിട്ട്, ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവർ എഞ്ചിനീയറിങ്ങിലേക്ക് പോവുകയാണ്. അവർക്ക് ഈ വരുന്ന 2 ആഴ്ച 3 ആഴ്ച കാലഘട്ടത്തിൽ ഏത് ബ്രാഞ്ച് വേണം, എവിടെ ഏത് കോളേജിൽ പഠിക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം വളരെ വിലപ്പെട്ടൊരു തീരുമാനമാണ്. കാരണം നമുക്ക് അടുത്ത 4 വർഷം അവരെ ഭാവി നിർണ്ണയിക്കുന്ന ജീവിതത്തിലേക്ക് മാറ്റിവിടുന്നത് ഈ കോളേജുകളും ഈ കോഴ്സുകളുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ +2 ജസ്റ്റ് പാസ് ഔട്ടായ കുട്ടികൾ. മൂന്നാമതായിട്ട്, ഒരുപക്ഷെ നമുക്ക് തമാശയായി തോന്നാം, പല വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ അവരിനി എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് നമ്മൾ മൂന്നാമതായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഉദ്ദേശിക്കുന്നത്. അവർ വരുന്നത് കൊണ്ട് അവർക്കുള്ള ഉദ്ദേശം ബ്രാഞ്ച് മാറ്റാൻ പറ്റില്ലെങ്കിലും അവരിപ്പോഴായിരിക്കുന്ന ബ്രാഞ്ചിൻ്റെ ജോലി സാധ്യതകളും ഉപരിപഠന സാധ്യതകളും ഗവേഷണ സാധ്യതകളും ഈ പ്രോഗ്രാമിൽ കൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊരു വളരെ നല്ല പ്രോഗ്രാമാണെന്ന് പറയാനുള്ള കാരണം തന്നെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ടെക്നിക്കൽ സെല്ലുമായിട്ടും APJ അബ്ദുൽ കലാം KTU യൂണിവേഴ്സിറ്റിയുമായിട്ടുമാണ് നമ്മളിത് ചേർന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉള്ളതുകൊണ്ട് ഇതിൽ തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം നല്ല വഴിയിലേക്ക് അല്ലെങ്കിൽ നേർവഴിയിലേക്ക് മാറ്റുവാനുള്ള നേർവഴിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന് നേർവഴി എന്ന പേര് വന്നിരിക്കും. ആരൊക്കെയാണ് അതിൽ ക്ലാസ് എടുക്കുന്നതും ക്ലാസ് നയിക്കുന്നതും മറ്റൊക്കെ? പ്രധാനമായിട്ടും നാഷണൽ സർവീസ് സ്കീമിൻ്റെ കരിയർ അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ മാത്രമായിട്ട് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൽ വൈദഗ്ധ്യം നേടിയ 32 ട്രെയിനർമാർ കേരളത്തിലുടനീളമുണ്ട്. അവരായിരിക്കും കരിയർ കൗൺസിലിംഗ് നൽകുക. അതിനോടൊപ്പം തന്നെ മോൻസി വർഗീസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു കരിയർ കൗൺസിലിംഗ് മോട്ടിവേഷൻ ക്ലാസ് നയിക്കുന്നു. ഇതിൽ കുട്ടികൾ മാത്രമാണോ മാതാപിതാക്കൾക്കും പങ്കെടുക്കാം? തീർച്ചയായിട്ടും മാതാപിതാക്കളും വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ ഭൂരിഭാഗം പേരും കുട്ടികൾ ഇന്ന ബ്രാഞ്ച് തിരഞ്ഞെടുക്കണമെന്ന് ആദ്യമേ തീരുമാനിച്ച് ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലും ആ ബ്രാഞ്ചിൽ കൊണ്ട് ചേർക്കുന്ന ഒരു പതിവ് കേരളത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നേരെ തലതിരിഞ്ഞ് എന്നാൽ ഞാനാണോ അച്ഛനാണോ ജയിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു സാങ്കേതിക സർവകലാശാലയെ കേരളത്തിലുള്ളൂ. അത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ആ APJ AKT യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സാറുമായിട്ട് സംസാരിക്കാനും സംവദിക്കുവാനുമുള്ള അവസരം നമ്മൾക്ക് ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കും. ഈ സെമിനാർ ഫ്രീ ആണോ സൗജന്യമാണോ?
തീർച്ചയായിട്ടും ഇത് സൗജന്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെമിനാറാണ്. സൗജന്യമായി, രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ കൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടി വരുമായിരിക്കുമല്ലോ, കാരണം നമ്മൾ ധാരാളം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് നേരത്തെ രജിസ്ട്രേഷൻ ചെയ്യണമായിരിക്കും. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്? ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 സംഘടനാ സംവിധാനങ്ങളാണ്. ഒന്ന് UDP KCM, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ UDP KCM, അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലും JCA തുരുത്തിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായും 3 നമ്പറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 3 നമ്പറുകളിലേക്ക് വിളിച്ച് അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലാത്ത പക്ഷം UDPയുടെ ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ സെൻറ്ററിലുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പറുകൾ, ഒന്ന് UDP പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിതിൻ തോമസ് സാറിൻ്റെതാണ്, 9645395463. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 9645395463. അടുത്ത നമ്പർ. അടുത്തതായിട്ട് ഹരിപ്രസാദ് എന്ന് പറയുന്ന വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം പ്രോഗ്രാം ഡയറക്ടറാണ് ഈ പ്രോഗ്രാമിൻ്റെ. അദ്ദേഹത്തിൻ്റെ നമ്പർ 9447195231. 9447195231. അവസാനമായിട്ടുള്ള നമ്പർ എൻ്റെ തന്നെയാണ്. എൻ്റെ നമ്പർ 9447780190. 9447780190. അങ്ങ് ഇതിൻ്റെ ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അക്കാഡമിക് കൺസൾട്ടൻ്റ് ആണ്. അതിനൊപ്പം തന്നെ JCA തുരുത്തിയുടെ പ്രസിഡന്റും UDPയുടെ സെനറ്റ് അംഗവുമാണ്. സെന്റ് കിറ്റ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. സെന്റ് കിറ്റ്സിലെ അധ്യാപകനുമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് സ്വപ്നങ്ങൾ മെനയുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം കടന്നു വന്നിരിക്കുകയാണ്. UDP KCOM-ന്റെയും നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലിന്റെയും JCA തുരുത്തിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു എഞ്ചിനീയറിംഗ് കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുകയാണ്, നേർവഴി എന്നുള്ള പേരിൽ. വിശദാംശങ്ങൾ തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം. ഇത് റേഡിയോ മീഡിയ വില്ലേജ്. തിരികെ എത്താം 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞതും അറിയേണ്ടതും. എഞ്ചിനീയറിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളെക്കുറിച്ച് UDP, നാഷണൽ സർവീസ് സ്കീം, JCA തുരുത്തി എന്നിവർ സംയുക്തമായി ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുകയാണ്, നേർവഴി എന്നുള്ള പേരിൽ. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് ഈ പ്രത്യേക അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ. സ്റ്റുഡിയോയിൽ എന്നോടൊപ്പമുള്ളത് ശ്രീ പ്രിൻസ് ജോസഫ് ആരക്കൽ, ശ്രീ രാമസുബ്രഹ്മണ്യൻ. ഇനി നമ്മോട് സംസാരിക്കുന്നത് ശ്രീ രാമസുബ്രഹ്മണ്യൻ. അദ്ദേഹം JCA തുരുത്തിയുടെ ഒരു അംഗം കൂടിയാണ്. സാർ, നമ്മളിപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗിലോട്ടും മെഡിസിനിലോട്ടും ഒരു വലിയ ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പഠനം നടത്തുന്നതിന്റെ ഒരു മേന്മ എന്താണ്, ഒരു പ്രത്യേകത എന്താണ്? അതേക്കുറിച്ച് എന്താണ് സാറിന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവർക്കും എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ഇവിടെ ആഗ്രഹമുണ്ട്, ഇവിടെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഈ എൻട്രൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവും. പക്ഷേ നമ്മുടെ ഈ അന്യ സംസ്ഥാനത്തിലെ കോളേജുകളിൽ അവർ നേരത്തെ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഈ പിന്നോട്ടുള്ള, അതായത് റാങ്കിൽ പിന്നോട്ട് വരുന്ന സ്റ്റുഡൻസിന് ശരിക്കും പറഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ് ശരിക്കും. അപ്പം അവർക്ക് കിട്ടത്തില്ല എന്നൊരു മനസ്സിലൊരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്കാണ് കൂടുതലും പ്രഷർ വരുന്നത് പിള്ളേരെക്കാട്ടിലും. എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവന് എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെയാണ് അവരുടെ ചിന്ത. അപ്പം പിള്ളേരെക്കാട്ടിലും മാതാപിതാക്കൾക്ക് ടെൻഡൻസി കൂടുതലാണ് ഈ പുറത്ത് ഏതെങ്കിലും കോളേജിൽ രജിസ്റ്റർ ചെയ്യാം, കൂടുതൽ രൂപ മുടക്കി ഒരു സീറ്റ് മേടിക്കാം എന്നൊക്കെയാണ്. ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇവർ നെറ്റ് നോക്കിയിട്ട് ഏതാണ് ഏറ്റവും നല്ല കോളേജ്, എന്നിട്ട് ആ കോളേജിലെ അതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇതൊന്നും അറിയുന്ന നെറ്റിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രമാണ് പോകുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. ഒരു കുട്ടി, അവന് മാർക്ക് ഒത്തിരി കുറവായിരുന്നു, ഏകദേശം മാത്സിന് എന്തോ 60% താഴെ എങ്ങാണ്ടായിരുന്നു. അപ്പം അവനെ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുക, ആ സമയം കൊണ്ട് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ അവന് അടുത്ത വർഷം കേരളത്തിൽ തന്നെ ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ ചേരാമായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിലെ വിചാരം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളും ഈ വർഷം തന്നെ എല്ലാവരും എൻജിനീയറിംഗിന് ചേരുന്നുണ്ട്, അപ്പം ഞാൻ ഒരു പിന്നോക്കമായി പോകും, അതായത് ഒരു വർഷം എൻ്റെ വെറുതെ പോകും എന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം. അപ്പോൾ അവനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ നെറ്റ് സെർച്ച് ചെയ്ത് ഏറ്റവും നല്ല കോളേജ് എന്തൊക്കെയാണെന്ന് നോക്കി. പക്ഷേ വേറൊരു കോളേജിൽ പഠിച്ച ഒരു കൊച്ച് പാസ് ഔട്ടായി കഴിഞ്ഞ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇന്ന കോളേജ് നല്ലതാണ്, നീ അവിടെ പോയി ചേരണം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ തന്നെ ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. അപ്പം ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇവർ കോളേജൊക്കെ കണ്ടു. കോളേജിൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് നല്ല ഒരു ക്ലൈമറ്റാണ്, എന്തുകൊണ്ടും നല്ലൊരു പഠിക്കാനായിട്ട് നല്ലതാണ് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാതാപിതാക്കളും പിള്ളേരും
അവിടുത്തെ പഠിപ്പിക്കൽ എങ്ങനെയുള്ളതാണെന്ന് അറിയാതെ അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് നോക്കി കൊണ്ടുപോയി ചേർക്കുന്നു. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞ് അവന് ആദ്യം 1 മാസം അവനവിടെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അറിഞ്ഞത് അവിടെ കൂടുതലും തമിഴ്നാട്ടുകാർ, അതായത് തമിഴ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ്. അതിന് കാരണമുണ്ട്. കാരണം തമിഴ്നാട്ടിൽ +2 വരെ തമിഴ് മീഡിയമുണ്ട്. നമ്മുടെ ഇവിടെ +2 എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ +2 വരെ തമിഴ് പഠിച്ചിട്ട് ഇംഗ്ലീഷ് കണ്ടിട്ടേ ഇല്ലാത്തൊരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഒരിക്കലും ഒരു ഇംഗ്ലീഷ് പറയില്ല. അത് തന്നെയല്ല, പൊതുവേ നമ്മുടെ സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ അവരവരുടെ ഭാഷയിലേക്ക് ഒരു സ്നേഹം വളരെ കൂടുതലായി കാണപ്പെടുന്നു. തമിഴ്നാട്ടിൽ അത് വളരെ കൂടുതലാണ്. അതെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ മലയാളികളും നോക്കി അന്താളിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയാണ്. അവസാനം ഈ പയ്യൻ എന്ത് ചെയ്തു? ഈ പയ്യൻ എന്നിട്ട് 1 വർഷത്തോളം അവന്, അതായത് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജാണ്, 1 വർഷത്തോളം അവൻ അവിടെ കടിച്ചു പിടിച്ച് നിന്നു. പക്ഷേ സെം റിസൾട്ട് എല്ലാം ഡൗൺ ആണ്. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് മാറണമെന്ന് തോന്നി. ഏത് കോളേജിലേക്ക് മാറുമെന്ന് ചിന്തിച്ചപ്പോൾ അവിടുത്തെ തന്നെ കോളേജിലെ തന്നെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ തന്നെ ചേര്, അടുത്ത വർഷം കുറച്ച് പിള്ളേരെയും കൂടെ പിടിച്ചതാ, അപ്പോഴത്തേക്കും നിനക്ക് ഇവിടെ തന്നെ തുടരാം, നിൻ്റെ മാർക്കുകളെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല, പക്ഷേ നിനക്ക് ഇവിടെ തന്നെ തുടർന്ന് ചേരാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവനത് കേട്ട് അവന് ഓക്കെ എന്ന് പറഞ്ഞു നിന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇംഗ്ലീഷ് പഠനം തുടർന്നില്ല. അപ്പോൾ അവൻ്റെ ഭാവി ശരിക്കും പറഞ്ഞാൽ അവിടെ പൊലിയുകയാണ് വെറുതെ. അതെ, ഇതേപോലെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന എത്രയോ കുട്ടികൾ കാണും. ശ്രീ പ്രിൻസ് ജോസഫ് സാർ, കേരളത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികം കുട്ടികൾ എഞ്ചിനീയറിംഗിലോട്ട് പോകുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കേരളത്തിലെ 150-ൽ പരം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 27,000-നടുത്ത് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതങ്ങനെ വരാൻ സാധ്യത എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻട്രൻസിൽ എൻട്രൻസിന്റെ മാർക്കുകൾ മാത്രമല്ല, പൊതുവേ ഇപ്പോൾ ഉള്ള ഒരു റീസെന്റ് ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പേരിൽ APJ AKTU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് ഉന്നത നിലവാരത്തിലുള്ള ഒരു പഠനമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രായോഗികമായ പരിജ്ഞാനത്തിന് കൂടുതൽ മുൻഗണന കൊടുക്കുകയും IIT പോലുള്ള വളരെ വിഖ്യാതമായ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ നമ്മുടെ പുറത്തു നിന്നുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ പഠന രീതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊരു മാറ്റം ആദ്യം വന്നാലും നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ ഈ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പേടി, കുട്ടികൾക്കൊരു പേടി, എങ്ങനെയായിരിക്കും നമ്മുടെ പുതിയ സാങ്കേതിക സർവകലാശാലയുടെ പഠനമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഒത്തിരി പേര് തമിഴ്നാട്ടിലേക്ക് പോയി. ഈ തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ രാമസുബ്രഹ്മണ്യൻ പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, പലപ്പോഴും വിദ്യാർത്ഥികൾ കോളേജ് തിരഞ്ഞെടുക്കുന്നത്, മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്നത് കരിയർ പ്രോഗ്രാമുകളിലൂടെയാണ്. അവിടെ വരുന്ന കാണിക്കുന്ന വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന വലിയ വലിയ കെട്ടിടങ്ങളും മാളികകളും AC ലെക്ചർ ഹാളുകളൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണല്ലോ എന്ന് വിചാരിച്ചാണ് അവരവിടെ ചെല്ലുന്നത്. പക്ഷേ ആ വീഡിയോ ഒക്കെ ചിലപ്പം വെറും ഷോർട്ട് ഫിലിം പോലെ ഷൂട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളായിരിക്കാം, അവിടെ ഒന്നും കാണില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ മഞ്ഞ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ കോളേജുകൾ നല്ലതല്ലെന്നോ സർവകലാശാല അവിടെ നല്ലതെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം പോയി കണ്ട് നേരിൽ ബോധ്യപ്പെട്ടതിന് ശേഷം വിദ്യാർത്ഥികളോട് അനുഭവങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഇത് വലിയൊരു കെണിയിലേക്കാണ് അവർ ഇന്ന് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ കേരളത്തിൽ എഞ്ചിനീയറിംഗിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും തമിഴ്നാട്ടിലോട്ടുള്ള ഈ തള്ളൽ കൂടുകയും ചെയ്യുന്ന പറയുന്നത് ഒരു വലിയ വിരോധാഭാസമല്ലേ? അതെ, അതിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം തമിഴ്നാട്ടിൽ ഇതൊരു വലിയ ലോബിയാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ ഒത്തിരിയേറെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നു. കേരളത്തിലെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളും ഇങ്ങനെ ഒരു ബിസിനസ് സമ്പ്രദായത്തിലേക്ക് കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരാരും വലിയ മാർക്കറ്റിങ്ങും പുറകെ നടന്ന് പിടിക്കലോ ഒന്നും ചെയ്യത്തില്ലാത്തത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ സാധ്യതകളെക്കുറിച്ചും അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും അവിടെ എങ്ങനെ അഡ്മിഷൻ നേടണമെന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അതിലോട്ട് നമുക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.8 റേഡിയോ മീഡിയ വില്ലേജ്. 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ അറിഞ്ഞതും അറിയേണ്ടതും തുടരുന്നു. എഞ്ചിനീയറിംഗ് കരിയർ ഗൈഡൻസിനെ കുറിച്ചാണ് ഇന്ന് അറിഞ്ഞതും അറിയേണ്ടതും ചർച്ച ചെയ്യുന്നത്. ഈ വരുന്ന 11-ാം തീയതി രാവിലെ 9 മണി മുതൽ 1 മണി വരെ ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എഞ്ചിനീയറിംഗ് മേഖലയെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു സെമിനാർ നടക്കുകയാണ്. യുവദീപ്തി KCYM-ന്റെയും നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലിന്റെയും JCI തുരുത്തിയുടെയും ആഭിമുഖ്യത്തിൽ നേർവഴി എന്ന പേരിട്ടിരിക്കുന്ന ഈ സെമിനാറിന്റെ വിശദവിവരങ്ങളും ഒപ്പം എഞ്ചിനീയറിംഗ് മേഖലയിലെ പഠന സാധ്യതകളെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് അറിഞ്ഞതും അറിയേണ്ടതും ചർച്ച ചെയ്യുന്നത്. സ്റ്റുഡിയോയിൽ ശ്രീ പ്രിൻസ് ജോസഫ് അറക്കൽ, ശ്രീ രാമസുബ്രഹ്മണ്യൻ. ശ്രീ പ്രിൻസ്, എന്താണ് അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലഘട്ടമായിട്ട് എഞ്ചിനീയറിംഗ് കേരളത്തിൽ പഠിക്കുന്ന എല്ലാവരും പറയാറുണ്ട്, പണ്ടെങ്ങോ ഉണ്ടാക്കിയ ഒരു സിലബസ് മാറ്റങ്ങളില്ലാതെ തുടരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്നു. എന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കാർബറേറ്റർ പഠിപ്പിക്കുന്നുണ്ട്. കാർബറേറ്ററും പല വണ്ടികളിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. MB5 പോലുള്ള സംവിധാനങ്ങൾ കയറി വന്നിട്ടും അത് സിലബസിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി കാലതാമസം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം കേരളത്തിലെ മൊത്തം എഞ്ചിനീയറിംഗ് കോളേജുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലേക്ക് എന്നുള്ള ആശയവുമായിട്ട് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നൊരു സംവിധാനം നിലവിൽ വന്നത്. അത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം സാറിൻ്റെ ദേഹവിയോഗത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് നാമധേയം ചെയ്യപ്പെടുകയുണ്ടായി. അത് എന്തുകൊണ്ടും നല്ലൊരു സമ്പ്രദായമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികളിൽ തിരുവനന്തപുരം സൈഡിലുള്ളവർക്കെല്ലാം കേരള യൂണിവേഴ്സിറ്റിയാണ്, കോട്ടയത്തേക്ക് വന്നാൽ MG യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടും വന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ MGയുടെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉണ്ടാവും. ഒരേ കാലഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ റിസൾട്ട് പല സമയങ്ങളിൽ വരികയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ജോലി സാധ്യതകളുടെ വിളംബം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതെല്ലാം മാറ്റിക്കൊണ്ട് കേരളം മുഴുവൻ ഒറ്റ യൂണിവേഴ്സിറ്റി. അതിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരിയേറെ ഗവേഷണങ്ങൾക്ക് ശേഷം ഒത്തിരിയേറെ നല്ല യൂണിവേഴ്സിറ്റികളിലെ പഠന സമ്പ്രദായങ്ങളും പഠന രീതികളും ആവിഷ്കരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വളരെ വിദഗ്ധരായ ഒരു നേതൃത്വ പാഠവുമുള്ള ഒരു കൂട്ടം എഞ്ചിനീയർമാരും അതുപോലെ വിദ്യാഭ്യാസ വിദഗ്ധരും ചേർന്ന് രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് APJ AKTUവിൻ്റെ സിലബസ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പരിപാടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനൊപ്പം തന്നെ അവരെ ഒരു ബിസിനസ് രീതിയിലേക്ക് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വളർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ സംരംഭക സംവിധാനത്തിലേക്ക് വളർത്തുവാനുള്ള സംവിധാനങ്ങളും ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ചെയ്തു വരുന്നു. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളും മറ്റുള്ള ഇൻഡസ്ട്രിയിൽ പോയി മനസ്സിലാക്കാനുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പോലുള്ള സംവിധാനങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതി 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് വരികയും ആ റിസൾട്ടിൽ തോൽവി ഉണ്ടായാൽ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും പരീക്ഷ എഴുതി ആ റിസൾട്ട് ക്ലിയർ ചെയ്തിട്ട് പിന്നെ തുടരാനുള്ള സംവിധാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് പേപ്പർലെസ് യൂണിവേഴ്സിറ്റി എന്നാണ്. ഒരു കാരണവശാലും ഒരു എഴുത്തുമായിട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഓൺലൈനിലാണ്, നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അവിടെയുള്ള വൈസ് ചാൻസലറേയും കേരള ടെക്നോളജി APJ AKTUവിൻ്റെ യൂണിവേഴ്സിറ്റിയുള്ള വൈസ് ചാൻസലറിനെയും വൈസ് ചാൻസലറിനെയും ഒക്കെ ഇമെയിൽ വഴി ബന്ധപ്പെടാം. അവരെല്ലാം നമ്മുടെ കൂടെ കൂട്ടുകാരെ പോലെ കുട്ടികളുടെ ഒപ്പമുണ്ട്. കുട്ടികളുമായിട്ട് സൗഹൃദപരമായിട്ട് ഇടപെടുകയും കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടും കേരളത്തിന് അഭിമാനം തന്നെയാണ്. അപ്പോൾ ആ സാധ്യതയെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഈ സെമിനാറിൽ നമ്മൾ ഇതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ സാർ, അതായത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ APJ AKTUവിൻ്റെ വൈസ് ചാൻസലറായ അബ്ദുൾ റഹ്മാൻ സാറാണ് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനും കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സവിശേഷതകളെക്കുറിച്ച് ചോദിക്കാനുമുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട്. ശ്രീ രാമസുബ്രഹ്മണ്യൻ സാറൊക്കെ എഞ്ചിനീയറിംഗ് മേഖല തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കരിയർ കൗൺസിലിങ്ങിന്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ ചേർന്നിട്ട് എഞ്ചിനീയറിംഗ് കരിയർ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം വന്നിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിങ്ങിനെയും കരിയർ ഗൈഡൻസിനെയൊക്കെ? ശരിക്കും പറഞ്ഞാൽ കരിയർ കൗൺസിലിംഗ് വേണ്ടതാണ്. ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് ചേരുമ്പോഴത്തേക്കും ഇങ്ങനെ 1-2 കരിയർ ഗൈഡൻസുകൾ മാത്രമേ അന്നുള്ളായിരുന്നുള്ളൂ. ഇന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 എണ്ണം ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ ഒരു അഭിരുചി അറിഞ്ഞുകൊണ്ട് ഒരു ബ്രാഞ്ച് എടുക്കണം എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പൊ എല്ലാവരും ശ്രമിക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിരുചിയും നോക്കണം. അതെ. എന്നാലേ അവർക്ക് ഭാവിയിൽ ഒരു വിലയുള്ള ഒരു ഇതായി തീരത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം കമ്പ്യൂട്ടർ ഗെയിം കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കണമെന്നില്ല. എന്താന്ന് വെച്ചാൽ ഗെയിം കളിക്കുന്നതും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ +1 ചേരുന്നവരെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഒരു സ്ട്രീം എന്ന് പറയുന്നത് സയൻസ് വിത്ത് കമ്പ്യൂട്ടറാണ്. അവരുടെ എല്ലാം ഒരു എയിം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോവുക എന്നുള്ളതാണ്. ശരിക്കും അത് ഒരു ശരിയായ തീരുമാനമാണ്. എന്താണ് സാറിന് അതിനെ കുറിച്ച്? സാറി പറഞ്ഞത് വളരെ ഇമ്പാക്റ്റ് ഉള്ള ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ പലപ്പോഴും കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനെ ഒത്തിരിയേറെ പൊക്കി പിടിക്കാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളും ആദ്യം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്ര പ്ലേസ്മെൻ്റ് ഉണ്ടെന്നാണ്. പ്ലേസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫോസിസും വിപ്രോയും TCSും പോലുള്ള പ്രൈവറ്റ് സോഫ്റ്റ്വെയർ കമ്പനികൾ പഠന കാലയളവിൽ തന്നെ 3rd ഇയറിലോ ഫൈനൽ ഇയറിലോ ഓരോരോ കോളേജിലും വന്ന് അവരുടെ കുട്ടികൾക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷകളിലൂടെ അവരുടെ സംവിധാനത്തിലേക്ക് അവരെ എടുക്കുക, അല്ലെങ്കിൽ TCSിലേക്ക് ഇൻഫോസിസിലേക്ക് പ്ലേസ്ഡ് ആക്കുക. നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ക്രീമി ലെയർ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് ഈ പ്ലേസ്മെൻറ്റിലൂടെ നമ്മൾ ഇൻഫോസിസിലേക്കും TCSിലേക്കും പറഞ്ഞു വിടുക. അതുകൊണ്ട് അവർ ഇൻഫോസിസിലേക്ക് പഠിത്തം കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ അവർ പ്ലേസ്ഡ് ആയ കമ്പനികളിലേക്ക് ജോലിക്ക് പോവുകയാണ്.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ തിരിഞ്ഞു നോക്കാനൊരു അവസരമില്ല. അവരുടെ കരിയറായി, അവരതിൻ്റെ തിരക്കുകളിലായി. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്ര മനോഹരമായ രീതിയിൽ നാട്ടിൻപുറത്ത് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ഒഴിവുകൾ നമുക്കുണ്ട്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ PSCയുടെ വിവിധ തസ്തികകൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ PWD തസ്തികകൾ, അല്ലെങ്കിൽ KCB എഞ്ചിനീയർമാരുടെ തസ്തികകൾ, ഇതൊന്നും ഈ ക്രീമി ലെയർ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് അന്യം നിന്ന് പോവുകയാണ്. കാരണം അവർ പഠിച്ചിറങ്ങിയ ഉടനെ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഇൻഫോസിസിലേക്കോ വിപ്രോയിലേക്കോ അവർ പോവുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിലേക്ക് നല്ല പിള്ളേരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം സർക്കാരിലേക്ക് നല്ല കുട്ടികൾ വരാതാകുക എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനത്തിൻ്റെ മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിക്കുന്നത് പൊതുജനം തന്നെയാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നന്നായിട്ട് കഴിവുള്ള കുട്ടികളെ കൂടുതലായിട്ട് സർക്കാർ സർവീസുകളിലേക്ക് മാറുന്ന രീതിയിലേക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അതിന് വിദ്യാർത്ഥി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ബ്രാഞ്ചിൽ എനിക്ക് ഇത്രയേറെ ഒഴിവുകൾ സർക്കാരിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാനാ? അല്ല, ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ കംഫർട്ടായിട്ട് നല്ല സാലറിയോടുകൂടി പ്രൈവറ്റ് കമ്പനിക്കാർ അവരെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ അത്തരത്തിലൊരു ജോലിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടെസ്റ്റ് എഴുതണം, പിന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം, പിന്നെ അതിന്റെ ഇന്റർവ്യൂവിന് പോകണം. എന്നാൽ പോലും ഉറപ്പൊന്നും ഇല്ലല്ലോ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ. മറ്റത് ഗ്യാരണ്ടീഡ് അല്ലേ? സാറ് പറഞ്ഞത് തീർച്ചയായും സത്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ ചേരുന്ന ഒരു കുട്ടി, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നു. ആ കുട്ടിയോട് നമ്മൾ ഇപ്പോഴേ, അതായത് ഈ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നുണ്ട്, നിനക്ക് KSEBയിൽ ജോലി സാധ്യതയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ അതോറിറ്റിയിൽ ജോലി സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്നവനെ ഫസ്റ്റ് ഇയറിലെ തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. കോളേജിൽ വെച്ച് തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ 11-ാം തീയതി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ 11-ാമത്തെ പ്രോഗ്രാമിന് അവൻ വന്നു കഴിഞ്ഞാൽ അവന് മുമ്പിൽ 4 വർഷമുണ്ട്. ഈ 4 വർഷ കാലയളവിൽ അവൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാനും ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഫൈനൽ ഇയർ ആകുമ്പോൾ അവന് പരീക്ഷകൾ എഴുതാം. അവന് പ്ലേസ്മെന്റ് കിട്ടിയാൽ അവൻ പൊക്കോട്ടെ. പക്ഷേ ആ പ്ലേസ്മെന്റ് കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ അവന് ഗവൺമെന്റ് ജോബ് എഴുതാൻ സാധിക്കും. എഴുതി കിട്ടിയാൽ അവന് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് പല സംവിധാനങ്ങളെക്കുറിച്ചും ഒരു ധാരണയില്ല, പ്രത്യേകിച്ച് സർക്കാർ ജോലികളെ പറ്റി. അങ്ങനെ സർക്കാർ ജോലികളെ പറ്റി ധാരണയില്ലാതെ വരുമ്പോൾ പ്രൈവറ്റിൽ പോയിട്ട് അവർ എക്കണോമി ഡള്ളായി, അല്ലെങ്കിൽ മാന്ദ്യം സംഭവിച്ചു, നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ ശരി സാർ എന്ന് പറയാനല്ലാതെ വീട്ടിൽ വന്നിരിക്കാനല്ലാതെ ഒരു മാർഗവും ഇല്ലാതായി പോകും. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ യുവാക്കളുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് നമ്മുടെ ഗൾഫ് മേഖല മാത്രമല്ല, ചെന്നൈയിലും മെട്രോസിലും എല്ലായിടത്തും ഇതുപോലെ തന്നെ മാന്ദ്യം കാരണം ഒന്നും പറയാതെ പെർഫോമൻസ് അപ്രൈസിൽ മോശമായതുകൊണ്ട് മാത്രം പറഞ്ഞു വിടുന്നവരുണ്ട്. 30-ാമത്തെ വയസ്സിൽ പണിയെടുക്കുന്നതിനൊക്കെ 45-ാമത്തെ വയസ്സിൽ പണിയെടുക്കാനും അവർക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അവർ 45-ആകുമ്പോൾ 30-കാർ അവിടെ കിടന്ന് നന്നായി പണിയെടുക്കുമ്പോൾ നിന്റെ പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ കമ്പനികളിൽ നിന്ന് പറഞ്ഞു വിടപ്പെടുന്ന അല്ലെങ്കിൽ എടുത്തെറിയപ്പെടുന്ന ഒത്തിരിയേറെ നഷ്ട യൗവനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാം നമ്മൾ സർക്കാർ സർവീസിൽ വന്ന് മനോഹരമായി ജനത്തിന് വേണ്ടി സേവനം ചെയ്താൽ. ശ്രീ രാമസുബ്രഹ്മണ്യ സാർ എന്തുകൊണ്ട് ഗവൺമെന്റ് സെക്ടർ തിരഞ്ഞെടുത്തു എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ എന്തുകൊണ്ടാണ് സർക്കാർ കോളേജ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, ഞാൻ എൻട്രൻസ് എഴുതി ഒരു ഏകദേശം 7000 റാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുത്തത് ഗവൺമെൻറ് കോളേജുകളിലേക്കായിരുന്നു. അതിൽ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരായിരുന്നു. അതിൽ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ, ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചാലും നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്, നമുക്ക് നമ്മുടെ രീതിക്ക് പഠിക്കാനും അതിനുള്ള ക്ലൈമറ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തത്. രാമസുബ്രഹ്മണ്യ സാർ എന്തുകൊണ്ട് ഒരു പ്രൈവറ്റ് ജോലി തേടി പോയില്ല, ഇൻഫോസിസ് പോലെ അല്ലെങ്കിൽ വിപ്രോ പോലുള്ള കമ്പനികളിൽ? ഞാൻ ശരിക്കും സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നോക്കുകയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഭാവിയിലേക്ക് ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്, സേഫ്റ്റി, അതുകൂടാതെ നമുക്ക് ആ ജോലിയിൽ നിന്നും പുറത്തു പോകാനായിട്ട് ഒരു ശ്രമം അല്ലാതെ ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഉന്നതിയിലേക്ക് എത്താം എന്നുള്ള രീതിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിലുപരി ജനങ്ങളെ സേവിക്കാൻ ഏറ്റവും നല്ല മാർഗം സർക്കാർ സംവിധാനങ്ങളാണ്. തീർച്ചയായിട്ടും. റോഡ് മോശമാണ്, PWD എഞ്ചിനീയർ കൊള്ളില്ല എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് PWDയിലേക്ക് വരിക എന്നുള്ളത്. അതുകൂടാതെ നമുക്ക് പബ്ലിക്കുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട് കാണും. അത് ഒരു നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു നല്ലതാണ്. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മതിക്കുന്നു, ഓക്കെയാണ്. പക്ഷേ ഇന്നും കേരളത്തിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്ന ധാരാളം തൊഴിലന്വേഷകരുണ്ട്. അവർക്ക് ജോലി സാധ്യത കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമല്ലേ? ജോലി സാധ്യതകളില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അതിനനുസരിച്ച് അവരെ തന്നെ മെരുക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും എനിക്ക് 40,000 തൊട്ടേ സാലറി പാടുള്ളൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കുറഞ്ഞ സാലറികളിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം വേണം നമ്മൾ ഉന്നതങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കാൻ. അപ്പോൾ ജോലി സാധ്യതകളുണ്ട്, പക്ഷെ അവസരങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒത്തിരിയേറെ ഉണ്ട്. അതിനൊരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വേക്കൻസികൾ ഇന്ന സ്ഥലങ്ങളിലുണ്ട് എന്ന് പറയും. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലത്ത് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ജോലികൾ കിടപ്പുണ്ട്. പക്ഷേ ആ ജോലികളെല്ലാം കൂടെ ഒരു കോമൺ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന ബിരുദധാരികൾക്ക് ഇന്ന വേക്കൻസികൾ ഉണ്ടെന്ന് പറയാൻ നമുക്കിതൊരു സംവിധാനമില്ല. ഒരുപക്ഷെ എൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥാപനത്തിൽ എഞ്ചിനീയറിന് ആവശ്യമുണ്ടാകാം, പക്ഷേ ഇപ്പുറത്തെ വീട്ടിൽ കിടക്കുന്നത് ഞാനത് അറിയുന്നില്ല.
അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട്. ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ എതിർവശം സെയിന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നേർവഴി എന്നുള്ള പേരിൽ എഞ്ചിനീയറിംഗ് മേഖലയെ സംബന്ധിച്ചുള്ള സമഗ്ര കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുകയാണ്. യുവദീപ്തി KCYM, നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെൽ, JCI തുരുത്തി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഈ സെമിനാർ പരിപൂർണമായും സൗജന്യമാണ്. സെമിനാറിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ പ്രധാനമായും 3 നമ്പറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 3 നമ്പറുകളിലേക്ക് വിളിച്ച് അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലാത്ത പക്ഷം യുവദീപ്തിയുടെ ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ സെൻറ്ററിലുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പറുകൾ, ഒന്ന് യുവദീപ്തി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിതിൻ തോമസ് സാറിൻ്റെതാണ്, 9645395463. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 9645395463. അടുത്തതായിട്ട് ഹരിപ്രസാദ് എന്ന് പറയുന്ന വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം പ്രോഗ്രാം ഡയറക്ടറാണ് ഈ പ്രോഗ്രാമിൻ്റെ. അദ്ദേഹത്തിൻ്റെ നമ്പർ 9447195231, 9447195231. അവസാനമായിട്ടുള്ള നമ്പർ എൻ്റെ തന്നെയാണ്. എൻ്റെ നമ്പർ 9447780190, 9447780190. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.8 റേഡിയോ മീഡിയ വില്ലേജ്. എഞ്ചിനീയറിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളെക്കുറിച്ച് യുവദീപ്തി, നാഷണൽ സർവീസ് സ്കീം, JCI തുരുത്തി എന്നിവർ സംയുക്തമായി ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുകയാണ്, നേർവഴി എന്നുള്ള പേരിൽ. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് ഈ പ്രത്യേക അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ. സ്റ്റുഡിയോയിൽ എന്നോടൊപ്പമുള്ളത് ശ്രീ പ്രിൻസ് ജോസഫ് ആരക്കൽ, ശ്രീ രാമസുബ്രഹ്മണ്യൻ. എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ നടത്തുന്ന കരിയർ ഗൈഡൻസിൽ +2 മുതലുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അവരുടെ രക്ഷകർത്താക്കളെയും. ശരിക്കും അതിന് മുൻപേ കുട്ടികളുടെ മനസ്സിൽ വരേണ്ടതല്ലേ? പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ടേ അവരുടെ കരിയറിനെ കുറിച്ചൊരു ചിന്ത വരേണ്ടതല്ലേ? കാരണം ഈ +1-ലും +2-ലൊക്കെ സ്ട്രീം തിരഞ്ഞെടുക്കുന്നത് പലരും എഞ്ചിനീയറിംഗ്, മെഡിസിൻ തുടങ്ങിയ മേഖലകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തത നമ്മൾ കൊടുക്കേണ്ടതല്ലേ? പലപ്പോഴും 10ാം ക്ലാസ് കഴിയുമ്പോൾ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. ഞാൻ എഞ്ചിനീയറിംഗിന് പോകണോ, മെഡിസിന് പോകണോ, അതോ മറ്റൊരു പ്രൊഫഷൻ എടുക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഈ സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ +1 +2-ൽ സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ കാര്യത്തിൽ തന്നെ വളരെ ശരിയാണ്. കാരണം ഇത് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിന് മാത്രമല്ല, ഉന്നതമായ സർക്കാർ ജോലികളിലേക്കുള്ള പരിശീലനം, അത് നമ്മളിപ്പോൾ നോക്കിയാൽ നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ നോക്കിയാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വരെ IAS പരിശീലനത്തിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് വിടുന്ന ഒരു കാലഘട്ടമാണിത്. കേരളത്തിൽ പക്ഷേ IASന് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും കോഴ്സും കഴിഞ്ഞിട്ടാണ്. വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ നേരത്തെ തന്നെ ഞാൻ കളക്ടറാകാൻ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാകാൻ പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം നമ്മളാരും സീരിയസ് അല്ല എന്നുള്ളതാണ്. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂൾ കാലഘട്ടം തൊട്ടേ കരിയറിനെ കുറിച്ചുള്ള ദിശാബോധം നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുട്ടികളെല്ലാവരും നല്ല നിലവാരത്തിൽ പഠിക്കുന്നതിനനുസരിച്ച് പലരും പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയശതമാനം വരുന്നുണ്ട്. CBSE ആയാലും സ്റ്റേറ്റ് സിലബസിലായാലും തീർച്ചയായിട്ടും. അപ്പം ഇത്രയും കഴിവുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ടും കൂടും. അപ്പം നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ നിർത്തിയാൽ മാത്രമേ നമുക്ക് ജോലി സാധ്യത പോകാൻ പറ്റുള്ളൂ. എന്താണ് 10ാം ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനോട് എഞ്ചിനീയറിംഗിന്റെ സാധ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ മെഡിസിന്റെ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? എഞ്ചിനീയറിംഗിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ ഫോൺ പോലും എടുത്തു കഴിഞ്ഞാൽ ഈ മാസത്തെ വെർഷൻ അല്ല അടുത്ത മാസം. അപ്പോൾ ഫോണിനകത്ത് ടച്ച് വന്നതും സ്മാർട്ട് ഫോണുകളിലെ വിപ്ലവങ്ങളും എല്ലാം എഞ്ചിനീയറിംഗിൻ്റെ മേഖലയിലുള്ള വിപ്ലവങ്ങളാണ്. അതുപോലെ കാർ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഭാഗം എടുത്ത് നോക്കിയാലും ഇനിയിപ്പോൾ വയർലെസ് ആയിട്ട് വൈദ്യുതി എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് മേഖലകളെടുത്താലും വിപ്ലവങ്ങൾ നടക്കുകയാണ്. ഈ വിപ്ലവങ്ങളുടെ ഭാഗമാകുന്നതെല്ലാം എഞ്ചിനീയർമാരാണ്. സ്വാഭാവികമായിട്ടും ഒരു എഞ്ചിനീയറുടെ ചിന്താധാരയിലുണ്ടാകുന്ന മാറ്റങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മുടെ പുതിയ വിപ്ലവങ്ങളായിട്ടും ടെക്നോളജിക്കലായിട്ടും ഒക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഈ രീതിയിൽ എനിക്ക് താല്പര്യമുണ്ട്. സ്ഫടികത്തിലെ മോഹൻലാലിനെ പോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ തടഞ്ഞാലും നിങ്ങൾ എഞ്ചിനീയറിംഗിലേക്ക് തന്നെ കയറി വരണം. അതേസമയം എനിക്ക് എഞ്ചിനീയറിംഗ് മേഖല ആവശ്യമേ ഇല്ല, എനിക്ക് വിദ്യാഭ്യാസം മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം. പക്ഷേ എഞ്ചിനീയറിംഗ് എന്നും നല്ല രീതിയിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള വിദ്യാർത്ഥികൾക്ക് ഒത്തിരിയേറെ മുതൽക്കൂട്ടാകുന്ന ഒരു കരിയർ തന്നെയാണ്. മറ്റൊന്ന് ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ്. ഈ പറഞ്ഞ 2 മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഭീമമായിട്ടുള്ള സാമ്പത്തിക
ചെലവ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പല പാവപ്പെട്ട രക്ഷിതാക്കളും അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാനുണ്ടോ? ശരിയാകാം. എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസം ഒരു പരിധി വരെ നമുക്ക് ചെലവേറിയതാണ്. എന്നാൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിഷൻ സമയമാണിതല്ല, പത്രങ്ങളിലെ പരസ്യങ്ങൾ നോക്കിയാൽ അറിയാം, കേരള എൻട്രൻസിൽ 5000-ന് അടുത്ത റാങ്ക് വരുന്ന, അല്ലെങ്കിൽ കേരള എൻട്രൻസ് മാർക്കിൽ ഇത്ര മാർക്കുള്ള, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളിൽ +2-ന് 90% മാർക്കുള്ള മേളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ വക സ്കോളർഷിപ്പ് ഉണ്ട് എന്ന് പല കോളേജുകളും പരസ്യത്തിലിട്ടിട്ടുണ്ട്. ഇനി മാർക്കുണ്ടെങ്കിൽ 7000 രൂപ 8000 രൂപയ്ക്ക് സർക്കാർ കോളേജുകളിൽ പഠിക്കാം. അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രമുഖ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സർക്കാർ ഫീസിൽ പഠിക്കാനുള്ള സൗകര്യം ഇപ്പോൾ പല കോളേജുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കോളർഷിപ്പ് സാധ്യതകൾ, അതുകൂടാതെ നമ്മുടെ മെറിറ്റ് അനുസരിച്ച്, നമ്മുടെ കമ്മ്യൂണിറ്റി മെറിറ്റ് അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ പല സ്കോളർഷിപ്പ് സംവിധാനങ്ങളും നമുക്കുണ്ട്. ഇതെല്ലാം അറിയണമെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുള്ള സംവിധാനങ്ങളും ഈ കരിയർ കൗൺസിലിംഗ് പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടുള്ളവരുടെ ഗുണം കുറഞ്ഞ ചെലവിൽ കൂടുതലായിട്ട് സ്കോളർഷിപ്പുകൾ നേടി പഠിക്കാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വലിയ സംരംഭത്തിലാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീമിന്റെ ടെക്നിക്കൽ സെൽ ഇതുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഇവർ 3 പേരും ഒരുമിച്ച് വരാനുള്ള ഒരു കെമിസ്ട്രി എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ടെക്നിക്കൽ സെൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജുകളിലെ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ അബ്ദുൾ ജബ്ബാർ അഹമ്മദിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ജോലികളെക്കുറിച്ചുള്ള അജ്ഞത, സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള അജ്ഞത, ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കുന്നതിലെ പാളിച്ചകൾ, ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുകയും ഇങ്ങനൊരു കരിയർ കൗൺസിലിംഗ്, കരിയർ അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം ഇൻ എഞ്ചിനീയറിംഗ്, NCAP എന്നുള്ള രീതിയിൽ കരിയർ അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം ഇൻ എഞ്ചിനീയറിംഗ് ആവിഷ്കരിക്കുകയും ചെയ്തു. അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഞാൻ എൻ്റെ സെയിൻറ്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രോഗ്രാം ഓഫീസറാണ് NSSൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ യുവജന പ്രസ്ഥാനമാണ് യുദീപ്തി KCM. 10-40 വർഷങ്ങളായിട്ട് ഒത്തിരിയേറെ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്ന ഒരു സംവിധാനത്തിൽ, 1.5 ലക്ഷത്തിൽ പരം യുവജനങ്ങളുള്ള ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഇതുപോലെ നല്ല പരിപാടി അവർ ഏറെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നെ 18-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ള ജൂനിയർ ചേംബർ ഇന്റർനാഷണലിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് എന്നും മുതൽക്കൂട്ടാകുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യുന്ന JCAയും കൂടെ ചേർന്നപ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു പരിപാടിയായി മാറി. എന്തായാലും എല്ലാവിധ ആശംസകളും റേഡിയോ മീഡിയ വില്ലേജിന്റെ ഭാഗത്ത് നിന്ന് നൽകുകയാണ്. താങ്ക് യു. ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ എതിർവശം സെയിന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നേർവഴി എന്നുള്ള പേരിൽ എഞ്ചിനീയറിംഗ് മേഖലയെ സംബന്ധിച്ചുള്ള സമഗ്ര കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുകയാണ്. യുവദീപ്തി KCYM, നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെൽ, JCA തുരുത്തി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഈ സെമിനാർ പരിപൂർണമായും സൗജന്യമാണ്. സെമിനാറിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ, പ്രധാനമായും 3 നമ്പറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 3 നമ്പറുകളിലേക്ക് വിളിച്ച് അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലാത്ത പക്ഷം യുവദീപ്തിയുടെ ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ സെൻറ്ററിലുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പറുകൾ, ഒന്ന് യുവദീപ്തി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിതിൻ തോമസ് സാറിൻ്റെതാണ്, 9645395463. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 9645395463. അടുത്തതായിട്ട് ഹരിപ്രസാദ് എന്ന് പറയുന്ന വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം പ്രോഗ്രാം ഡയറക്ടറാണ് ഈ പ്രോഗ്രാമിൻ്റെ. അദ്ദേഹത്തിൻ്റെ നമ്പർ 9447195231, 9447195231. അവസാനമായിട്ടുള്ള നമ്പർ എൻ്റെ തന്നെയാണ്. എൻ്റെ നമ്പർ 9447780190, 9447780190. അപ്പോൾ ഇതിന്റെ വിശദവിവരങ്ങളുമായിട്ട് ഇത്രയും സമയം സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ പ്രിൻസ് ജോസഫ് അറക്കൽ, ശ്രീ രാമസുബ്രഹ്മണ്യൻ. രണ്ടുപേർക്കും റേഡിയോ മീഡിയ വില്ലേജിന്റെ ഏറ്റവും ഊഷ്മളമായ നന്ദി അർപ്പിക്കുന്നു. ഏറെ സ്നേഹത്തോടുകൂടി റേഡിയോ മീഡിയ വില്ലേജിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. കാരണം ചങ്ങനാശ്ശേരിയിലെ റേഡിയോ മീഡിയ വില്ലേജ് തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ജനഹൃദയങ്ങളെ കീഴടക്കാൻ ഇത്രയേറെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് റേഡിയോ മീഡിയ വില്ലേജ് 90.8 മാറുമെന്ന്. ഇപ്പോൾ ആര് വാഹനം ഓടിച്ചാലും എല്ലാവരും ട്യൂൺ ചെയ്യുന്നത് 90.8ലേക്കാണ്, ആര് വീട്ടിലിരുന്നാലും ട്യൂൺ ചെയ്യുന്നത് 90.8ലേക്കാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും വളരെ മനോഹരമായ ഒരു സ്ഥാനം നേടുകയും ഞങ്ങളുടെ ഹൃദയത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന റേഡിയോ മീഡിയ വില്ലേജ് 90.8-ന് ഏറെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞതിനും ജനങ്ങളെ അറിയിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സാധ്യത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും പ്രയോജനപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ സ്പെഷ്യൽ അറിഞ്ഞതും അറിയേണ്ടതും ഇവിടെ പൂർണ്ണമാകുന്നു. ഒപ്പമുണ്ടായിരുന്നത് ഞാൻ KV പിൻരാജ്. നന്ദി, നമസ്കാരം.